നമ്മൾ താമസിക്കുന്ന സ്ഥലമുണ്ടേക്ക് കാണുന്നത്, അതിൻ്റെ പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഫുട്ബോൾ മാച്ച് കിടപ്പുണ്ട്. നമ്മുടെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ പോയി ഇങ്ങനെ മാച്ച് കണ്ടിരിക്കാറുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, 11ൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇതെന്തോ ടൂർണമെൻറ്റാണ് ഇന്നലെ ഉണ്ടാകുന്നത്. ഇന്നലെ നമ്മൾ രാവിലെ എണീച്ചപ്പോഴും കണ്ടതാണിത്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ട കേട്ടോ. നമ്മളെ ജസ്റ്റ് ഇവിടെ ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി വന്നിരിക്കണേ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഗാലറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ കാണികളെ കണ്ടില്ലേ, പട്ടിക്കുട്ടന്മാരാണ് കാണികൾ. ഒരുപാടുണ്ട് കേട്ടോ. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താമസിച്ചത് അവിടെയാണ്, ഈ കാണണല്ലേ. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 6-7 മണിയൊക്കെ ആയിരുന്നു തുടങ്ങിയപ്പോൾ. കാരണം നമ്മൾ രാവിലെ എണീച്ചപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ എന്തോ കണ്ടായിരുന്നു കേട്ടോ. പെനാൽറ്റി ആണ്ടാ, ഗോള്. പിള്ളേർ കളിക്കുന്നുണ്ട്, കൊതിയാണ് കേട്ടോ. സത്യം പറയുന്നത് കളിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം നമ്മുടെ കാലൊക്കെ സീനാണ്. സർജറി ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കളിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി. ഇതൊക്കെ കാണുമ്പോഴാണ് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. കൊതി തോന്നുന്നുണ്ട് കളിക്കാൻ വേണ്ടി. നമ്മളിവിടെ നിന്ന് ഇനിയിപ്പോൾ ചാബിമുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. ഈ ഒരു അമ്പലത്തിൽ എന്തൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കുറേ പേര് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഐ ലവ് ഉമർപൂർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലേക്കിൻ്റെ ഇവിടെ ഇങ്ങനെ എന്താണ് ചെസ് ബോർഡിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ വൈകിട്ട് വന്നിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കണ്ടില്ല, ബോട്ടിങ് പോലത്തെ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ കാണാൻ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ അലക്കാനാണെങ്കിലും ഇവിടെ വരാറുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഫുള്ള് കോമ്പൗണ്ട്, ഇതൊരു എന്താ പറയുക, ഒരു ചതുരം പോലെ കിടക്കണത്, ബോക്സ് പോലെയാണ് കിടക്കണത്. ഇതിൻ്റെ ചുറ്റും വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് വീട് ഇങ്ങനെ ചേർന്നിരിക്കുക കേട്ടോ. എല്ലാ വീട്ടുകാരും ഇതിലെ വെള്ളം തന്നെ കേട്ടോ യൂസ് ചെയ്യണത് പ്രധാനമായിട്ടും. നമ്മളങ്ങനെ പോണ റൂട്ടാണിത്. പയ്യെ നടന്നു പോകാം, അല്ലെങ്കിൽ വല്ല ലിഫ്റ്റ് അടിച്ചും പോകാമെന്ന് വെച്ചിട്ടാ. കാരണം നമ്മുടെ സൈക്കിൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ കുറച്ച് സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കിൾ എടുക്കാത്തത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ ചാബിമുറ പോണ റൂട്ട് കേട്ടോ. കണ്ടില്ലേ, വെൽക്കം ടു ചാബിമുറ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ലേക്കിൻ്റെ പേര് ഫത്തിക് സാഗർ ലേക്ക് എന്നാണ് പേര്. ഇവിടെ നമ്മൾ പോണേക്കൊക്കെ ഇതേപോലെ 1-2 ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോണ റൂട്ടൊക്കെ അടിപൊളിയാണ്. കണ്ടില്ല, ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെയിറ്റ് ടു ചാബിമുറ. ഇന്ന് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ മാപ്പ് ഇട്ടതിനിടെ കിട്ടണം. മാപ്പ് ഇട്ടിട്ട് ഏകദേശം 24 കിലോമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം 7.80 കിലോമീറ്റർ കേട്ടോ. സ്ട്രെയിറ്റ് റൂട്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ സൈക്കിൾ എടുക്കാത്തത് കൊണ്ട് നമ്മൾ എത്താൻ ടൈം എടുക്കും. പിന്നെ ലിഫ്റ്റ് അടിക്കാമെന്ന് ചോദിച്ചേട്ടാ. പക്ഷെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. നമ്മളെ പോണ റൂട്ടാണ്ടാ. ഇവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിലൊക്കെ അത്യാവശ്യം വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കാണുന്നത് നാരങ്ങയാണ്. റോഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഓട്ടോ പോകണ്ട ഈ ഒരു റൂട്ടിൽ. ഞാൻ ലിഫ്റ്റ് അടിക്കാമല്ലാന്ന് വെച്ചാൽ കൂടുതലും വന്നത് ഓട്ടോയും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാറുണ്ട് കേട്ടോ. ഒരുപാട് തേക്കിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തേക്കിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയാണെങ്കിൽ ഇവിടെ ഉമ്മാർക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര വിലക്കുറവിലാണ് ഉമ്മര് തേക്കൊക്കെ വിൽക്കാൻ കേട്ടോ. അങ്ങനെ നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. ബൈക്കിനാണ് ലിഫ്റ്റ് കിട്ടിയേക്കണത്. നമ്മൾ ഏകദേശം ഇനി 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. പുള്ളി പകുതി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോണ റൂട്ടിലൊക്കെ ഉള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ. आपका नाम क्या है भैया? निरन. निरन, ओके. आपका गाँव इधर है ना? अच्छा. പുള്ളീൻ്റെ വീട് ഇവിടെ എന്നാണ് പറഞ്ഞത്. പുള്ളി ഏകദേശം 50% ആക്കി തരാമെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് നോക്കാട്ടോ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ, താങ്ക് യു ഭയ്യ. അപ്പോൾ പുള്ളി ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നടന്നു വേണം പോകാൻ. വല്ല വണ്ടിയും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അടിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയേട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? मैं तो ये यूट्यूब चैनल है. പവിത്ര മോൻ. अच्छा, अच्छा नाम है. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് നെൽകൃഷി കേട്ടോ. आपका गाँव है ना ये? अच्छा, चाबीमुरा है आपका गाँव? ये है ना पीछे. ये गाँव का नाम क्या है? गाँव का नाम अमरपुर. क्या?
अमरपुर हाथ तक खड़ा हद तक चला ये बारी अच्छा 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 ഒമർപൂരിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. കൂടുതലും ഗ്രാമപ്രദേശങ്ങളാണ്. നമ്മൾ താമസിച്ചത് ഒരു ടൗൺ ഏരിയയിലാണ്. അവിടെ നമ്മൾ സഞ്ചരിക്കുന്നത് ഗ്രാമത്തിലൂടെയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതേപോലുള്ള കൃഷികളൊക്കെ കൂടുതലും. ഒരുപാട് കൃഷിക്കാരുണ്ട്. നെൽകൃഷിയാണ് മെയിനായിട്ട് ഈ റൂട്ടിലുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയേട്ടാ. ഈ കാണുന്നതാണ് ചാബിമുറ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ച് വന്നത്. ഇവിടെ ഒരാളുടെ നമ്പർ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ചിലപ്പോൾ മിക്കവാറും ബോട്ടിങ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ആ പുള്ളിയാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. ഇവിടെ ഇപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ ഇവർ നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണ്ടായി. ഈ കാണുന്നതൊക്കെ അല്ലേ ഇത് ഇവരുടെ പണ്ട് കാലത്തെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അതായത് ഇവർ മെയിനായിട്ട് മത്സ്യങ്ങളെ പിടിച്ചും അതുപോലെ കന്നുകാലികളെ മേച്ചും അതുപോലെയുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം ഇവിടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഉറങ്ങി കിടപ്പുണ്ട് കേട്ടോ. ശരിക്കും ഇത് പറഞ്ഞ പുരാണമായ ഒരു എന്താ പറയുക ചരിത്രം കൂടി തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇവിടെയും ഒരുപാട് ദൈവങ്ങളുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കേവ് കാര്യങ്ങളൊക്കെ പോകണം. അത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ബോട്ടിങ്ങിന് വേണം കേട്ടോ പോകാൻ വേണ്ടി. ഇതാണ് കേട്ടോ ബോട്ടിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. ഇനിയിപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാണ്ട് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോകില്ല. എൻ്റെ ഒരു പൈസയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ബോട്ടും കാര്യങ്ങളും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ബോട്ട് എടുക്കുള്ളൂ കേട്ടോ. ഈ ഒരു ബോട്ട് കണ്ടില്ലേ, ഇത്ര ആൾക്കാർക്ക് പോകാട്ടെ. ഏകദേശം ഒരു 12-18 പേർക്കെങ്കിലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ ഒരു ബോട്ടിൽ. അപ്പോൾ നമുക്ക് ആൾക്കാർ കൂടുന്നതനുസരിച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും എന്തോ ഒരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ത്രിപുരേൻ്റെ പുറത്തുനിന്ന് ടൂറിസ്റ്റുകളൊക്കെ വരല് വളരെ കുറവാണെന്ന് തോന്നട്ടോ. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നുണ്ട്. മിക്കവാറും നമ്മുടെ അടുത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നട്ടോ. ടെമ്പിൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ സ്വാമിമാർ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നട്ടോ. ഈ ഒരു ടെമ്പിളിലൊക്കെ കണ്ടില്ല ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ചാബിമുറ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിന് പറയണത്. ചാബിമുറ എന്ന് പറഞ്ഞാൽ ചരിത്രമുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് പറയണത് കേട്ടോ. അതിൻ്റെ അർത്ഥം വന്നത് ശരിക്കും ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് പോണത് അവിടെ എന്തോ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കേവ് ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ശിവൻ്റെ ഏറ്റവും വലിയൊരു ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ അതുപോലെ ഏകദേശം 15-16 നൂറ്റാണ്ടുകളിൽ പാറക്കെട്ടുകളിൽ ഇവരിങ്ങനെ പണ്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ശിലകളും കലാശില്പങ്ങളും എല്ലാം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് കണ്ടില്ലേ, ആളുകൾ മുളകൾ ശേഖരിച്ചുകൊണ്ടാണ് കണ്ടില്ലേ. ഇത് ശരിക്കും മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവർ കൂടുതലും ഈ ഒരു മുള ശേഖരിച്ചു കൊണ്ടുപോകുന്നത് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ വീടുകൾ കൂടുതലും മുള വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മുളകൾ നല്ല ഉറപ്പുള്ള മുളയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കും കേട്ടോ വീടും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നേക്ക് ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങുകയുള്ളൂ കേട്ടോ. ആൾക്കാർ വന്ന് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ഒരു വലിയൊരു ബോട്ടിൽ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും വരും. അപ്പോൾ ആൾക്കാർ വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആരും കാണാനില്ല. ഇപ്പോൾ ഒരു ബോട്ട് പോയുള്ളൂ കേട്ടോ. പക്ഷെ ആ ബോട്ടിൽ നമ്മളെ വിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ബോട്ട് ഫുള്ളായതുകൊണ്ടാണെന്ന് തോന്നണ്ട. പിന്നെ അവിടെ ആരൊക്കെ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. എന്തൊക്കെ ഒരു വടി കുത്തി വെച്ചിട്ടുണ്ട്. ചൂണ്ടയാണ് അത്. പക്ഷെ ആളെ കാണാനില്ല. ഓ കേരള കർണാടക. ഓ അങ്ങനെ ഒരു ബോട്ട് കിട്ടിയേട്ടാ. കൊച്ചി. अब कौन सा मैसूर. ओके, मैं तो विजिट किया था उधर मैसूर पैलेस. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ഇവരുടെ ഒപ്പം പോണത്. അപ്പോൾ ഇവർ ഈ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ മെയിൻലി.
നമ്മൾ സഞ്ചരിക്കുന്നത് ഗോമതി റിവറിലൂടെയാണ്. ഈ കാണുന്നതാണ് ഗോമതി റിവർ. ശരിക്കും ഈ ഒരു സ്ഥലം, ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരും ഗോമതി എന്നാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇത്ര മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് പോകാനുള്ള കേവും കാര്യങ്ങളൊക്കെ ആയിട്ടാ. അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ കേട്ടേക്കണത്. ഒരു ചരിത്രമേറിയ സ്ഥലവും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ബോട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. आपका नाम? राजेश्वरी. आप कर्नाटक का है? दिल्ली से आए हैं। अच्छा कर्नाटका नेटिव। अच्छा, आपका नाम क्या है? सप्तमिता रॉय फ्रॉम साउथ त्रिपुरा साउथ त्रिपुरा. आपका नाम क्या है? सुब्रत देवनाथ, वर्किंग एज अ लाइवलीहुड कोऑर्डिनेटर, अमरपुर आरडी क्लब. ओके, आपका नाम क्या है? मेरा नाम सुरजीत देवर्मा है, त्रिपुरा में यही रहता हूं. अच्छा, ओके. आपका नाम? हेलो, मेरा नाम रंजीत देवर्मा है, त्रिपुरा का ही हूं, डीएम ऑफिस में. ഓ ठीक है, താങ്ക് യു. ഇവരെല്ലാവരും हम लोग त्रिपुरा रूरल लाइवलीहुड मिशन से हैं। Oh. मैडम इज फ्रॉम नेशनल रूरल लाइवलीहुड मिशन, ഓ നാഷണൽ द डायरेक्टर ऑफ एमआरडी. ഓ താങ്ക് യു, നൈസ് ടു മീറ്റ് യു. मैडम होना तो चाहिए ना. അപ്പം നമ്മൾ യാത്ര ചെയ്യണത് ശരിക്കും ഈ ഗോമതി റിവറിൽ കൂടെ കേട്ടോ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും ഗവൺമെൻറ് ഓഫീസേഴ്സ്മാരാണ് കേട്ടോ. അപ്പോൾ അവർ ഒരു എന്താ പറയുക ചെറിയൊരു ട്രിപ്പായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഫുള്ളും മറ്റേ ബാമ്പു ട്രീകളാണ് കേട്ടോ. കാരണം ബാമ്പു ഫോറസ്റ്റ് ആണ് ഈ ഒരു റൂട്ടിലുള്ളത്. പിന്നെ അതുപോലെയുള്ള ഇവിടെയുള്ള ആളുകൾ കൂടുതലും ഇവിടുന്ന് ബാമ്പു പറിച്ചിട്ടാണ് ഇവർ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട് നിർമ്മിക്കാനും അതുപോലെ തന്നെ വിൽക്കാനൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ ഇവിടെ ബാമ്പുവിൻ്റെ എന്തോ ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ ഇവർ ആഗിരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതെല്ലാം മിക്സഡ് ആയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ മനോഹരമായ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെയുള്ള ഒരു ബോട്ടിങ് അടിപൊളിയാണ്. പോണ വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് വെള്ളവും കാര്യങ്ങളും വന്ന് പതിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നോയ്ക്ക് കാണാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോണത് ഒരു കേവിലേക്കാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ പോണത് കേവിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ആൾക്കാരില്ലേ ചെങ്ങാട തൊഴിലിന് പോകുന്നുണ്ട്. ഇവർ നേരെ പോണത് ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ്. ശരിക്കും ഇവർ ഒരറ്റത്ത് നിന്ന് ഇത് പറിച്ച് നേരെ അങ്ങാടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് വീട് പണിയാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നതാണ് ഇവർ പറഞ്ഞത്. ശരിക്കും ഇത് ഇവർ വിൽക്കാൻ വേണ്ടിയല്ല കൊണ്ടുപോകുന്നത്, ഇവരുടെ പൊതു ആവശ്യങ്ങൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നതാണ് ഇവരെന്നോട് പറഞ്ഞത്. ഇവിടുത്തുകാരാണ്, ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അറിയാട്ടെ. ഇവരിവിടെ RD ബ്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടൊന്ന് കരയിൽ അടുപ്പിക്കാനായിട്ടാണ്. ഈ ഒരു പാറയിൽ നിങ്ങൾ കാണുന്ന ഒരു ചിത്രമില്ലേ, ഇത് പണ്ട് ഏകദേശം 15-16 നൂറ്റാണ്ട് ആ ഒരു സമയത്ത് കൊത്തിവെച്ചേക്കണ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ കേട്ടാ. അത് കാണാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി. അത് കുറച്ച് നേരം കണ്ടു നിന്നിട്ടാ. പിന്നെ അവരെല്ലാം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങാടേക്ക് ഇറങ്ങാൻ നിന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടട്ടാ. അത് നമ്മൾ പോണത് കേവിൻ്റെ അങ്ങാടേക്കാണ്. ഇവരങ്ങനെ പയ്യെ ബോട്ടും കാര്യങ്ങളൊക്കെ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാറയിലൊക്കെ നല്ല രീതിയിൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നാളായാലും ഇതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകി പോണത്. അതുപോലെ ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകി പോണത് നേരെ ഗോമതി റിവറിലേക്കാണ്. അങ്ങനെ നമ്മളെ പോണ റൂട്ടാണ്ട് ഈ കാണുന്നത്. അടിപൊളിയല്ലേ, നല്ല കിട്ടില്ല സ്ഥലമുണ്ടാ. ഒരു കേവ് പോലെ, കേവാണ് ഇതൊരു എന്താ പറയുക കേവ് തന്നെയാണ് പറയണത്. ഇതാണ് ചാപ്പിമുറ കേവ്സ് കേട്ടോ. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട്. ഇത് മൊത്തം ചിലത് ഗോമതി റിവറിലേക്കാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ രീതിയിലൊക്കെ എന്താ പറയുക മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പല ഭാഗങ്ങളും ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അതുപോലെ ഇവിടെയും ഒരു ചെറിയൊരു ശിവലിംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും തൊഴുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം പോവാൻ. അടിപൊളി സ്ഥലം കേട്ടോ. എന്തായാലും ഇതിൻ്റെ മേളിലേക്ക് കയറാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മേളിലായിട്ടാണ് ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാറയിൽ ഒരു ശിവലിംഗത്തിൻ്റെ ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട്. ഇതും പണ്ട് കാലത്ത് അവിടെയുള്ള ആൾക്കാർ കൊത്തി വെച്ചതാണ്, പണ്ടത്തെ ചിത്രകാരന്മാരെല്ലാം. അങ്ങനെ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് പയ്യെ കയറണേണ്ട. വെള്ളം ഇങ്ങനെ ഒഴുകി തന്നെ കാണാൻ അടിപൊളിയല്ലേ. അവർ രണ്ടുപേരും മേളിലേക്ക് കയറിപ്പോയിട്ടാ. ഇവർ രണ്ടുപേരും, ഞാനും പിന്നെ വേറൊരു പുള്ളിയും മാത്രമേ കയറുള്ളൂ കേട്ടാ. താഴത്തെ രണ്ടുപേരും കൂടെ ഉണ്ട്. അവരെന്തായാലും കയറാനെന്നാണ് പറഞ്ഞത്. അവരെന്തോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
അങ്ങനെ അവരവിടെ കല്ല് കാര്യങ്ങളൊക്കെ പിറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവര് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേണ്. നമ്മളെ പയ്യെ സൂക്ഷിച്ചു വേണം കേട്ടോ ഇതിന്റെ മേലിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി. കാരണം നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മേളിലാണ് ഒരു ചെറിയൊരു കേവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ കേവിന്റെ ഉള്ളിലേക്ക് പയ്യെ കയറിയപ്പോ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നേട്ടാ. അത്യാവശ്യം നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വവ്വാലിന്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുക വന്ന പോലെ കാണാൻ പറ്റാല്ലേ. എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഈർപ്പവും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ, ഒരു വവ്വാൽ ഇങ്ങനെ പറന്ന് നടക്കണുണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. നേരെ ഞങ്ങളുടെ ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട സ്ഥലമില്ലേ, അങ്ങാടേക്കാണ് പോണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്നൊക്കെ ഒരു ശിവലിംഗം കണ്ടില്ലേ, ഇങ്ങനെ മേളിൽ നിന്നൊക്കെ വെള്ളം മുതിക്കണം, അതിൻ്റെ അങ്ങോട്ടേക്ക് പോകണേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ ബോട്ടിൽ കയറിയേട്ടാ. നമ്മൾ നേരത്തെ കണ്ട ഒരു ശിവലിംഗം ഇല്ലേ, അങ്ങാടേക്കാണ് നമ്മൾ പോണത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടല്ല, ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ പ്രഭാസ് ശിവലിംഗം ഒരു വാട്ടർഫാളിൽ അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൽ വന്ന് പതിക്കണുണ്ടല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും അവിടെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നേരെ നമ്മൾ പോണേക്ക് കണ്ട കാഴ്ചയുണ്ട്. ഇവിടേക്ക് ഇഷ്ടംമാതിരി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകണ്ടട്ടാ. കാരണം നേരെ വന്ന് വീഴുന്നത് ഈ വെള്ളത്തിലേക്കാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടിരിക്കണേട്ടാ. അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിയിട്ടാ. അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടാ. അവരെനിക്ക് തോന്നുന്ന അടുത്ത പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്കാണ് പോണത്.